നമസ്കാരം, ഞാൻ സുജിത് ലാൽ സുഗൻ, റെയിൻ ലാബ് ടെക്നോളജീസ് ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഈസി ട്യൂണിംഗ് ആൻഡ് റീമാപ്പിംഗ് കോഴ്സിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണെന്നറിയാം. അപ്പോൾ ഇത് എവിടെ പഠിക്കണം, ഇതിൽ എന്തൊക്കെ കവർ ആവുന്നുള്ളതിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഈ റെയിൻ ലാബ് ടെക്നോളജീസിൽ നമ്മൾ ഈ ട്യൂണിംഗ് ആൻഡ് റീമാപ്പിംഗ് കോഴ്സിൽ എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഈ ട്യൂണിംഗ് ആൻഡ് റീമാപ്പിംഗ് കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാനായിട്ട് ഞാൻ എളുപ്പ വഴി പറഞ്ഞുതരാം. നമുക്കൊരു 3 ടൈപ്പ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം സ്റ്റോക്ക് ഇഷ്യൂ. ഇതിനെ നമ്മൾ റീമാപ്പിംഗ് അല്ലെങ്കിൽ റീഫ്ലഷിംഗ് എന്ന് പറയും. നമ്മുടെ കാറിൽ ഇഷ്യൂവിൽ ഒരു മാപ്പ് ഫയൽ ഉണ്ടാവും. മാനുഫാക്ചേഴ്സ് നമ്മുടെ കാർ എങ്ങനെ റൺ ആവണമെന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണത്. അപ്പോൾ നമ്മൾ ആ ഒരു മാപ്പ് ഫയലിനെ ആക്സസ് ചെയ്ത് അതിലുള്ള വാല്യൂസ് ആൾട്ടർ ചെയ്താൽ നമുക്ക് കാറിന്റെ പവർ ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിന് കുറച്ച് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ടൂൾസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ ടൂൾസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ ഫയൽ റീഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് റൈറ്റ് ചെയ്യേണ്ടത്, വൺസ് റീഡ് ചെയ്തതിന് പിന്നെ ഈ ഫയൽ എങ്ങനെ എഡിറ്റ് ചെയ്യേണ്ടതെന്ന് വരെ നിങ്ങൾക്ക് തിയറോട്ടിക്കലി ആൻഡ് ഓൾസോ പ്രാക്ടിക്കലി പഠിപ്പിക്കും. അടുത്തത് പിഗി ബാക്ക് ഇഷ്യൂ. അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ പവർട്രോണിക്സ് ഫ്യൂലെക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതെല്ലാം തന്നെ ഒരു പിഗി ബാക്ക് ഇഷ്യൂ ആണ്. നമുക്ക് സ്റ്റോക്ക് ഇഷ്യൂ ട്യൂൺ ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് നമ്മൾ ഒരു ഓക്സിലറി ഇഷ്യൂ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിൽ ട്യൂൺ ചെയ്യും. അപ്പോൾ ഇതിൽ കുറച്ച് വയറിംഗ് ആൾട്രേഷൻസ് ഒക്കെ ചെയ്യാനുണ്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, സ്റ്റാൻഡ് അലോൺ ഇഷ്യൂ. സോ നമ്മുടെ കാറിലുള്ള സ്റ്റോക്ക് ഇഷ്യൂ നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിൽ നമ്മൾ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഇഷ്യൂ യൂസ് ചെയ്തിട്ട് അത് ട്യൂൺ ചെയ്യാൻ പറ്റും. അതാണ് ഈ സ്റ്റാൻഡ് അലോൺ. ഈ ഒരു സ്റ്റാൻഡ് അലോൺ ഇഷ്യൂ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വയറിംഗ് ആൾട്രേഷൻസ് ഫുള്ള് ചെയ്യേണ്ടി വരും. സ്റ്റോക്ക് ഇഷ്യൂവിൻ്റെ പിന്നോട്ട്സ് വേറെ ആയിരിക്കും, ഈ ആഫ്റ്റർ മാർക്കറ്റ് ഇഷ്യൂവിൻ്റെ പിന്നോട്ട് വേറെ ആയിരിക്കും. അപ്പോൾ ഇതിൽ വയറിംഗ് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കും. അതേപോലെ തന്നെ ഇതിൽ സെൻസർ കാലിബ്രേഷൻ. ഈ ഇഷ്യൂവിൽ വാല്യൂസ് എല്ലാം ബ്ലാങ്ക് ആയിരിക്കും, നമ്മളായിരിക്കും ഇൻപുട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ സെൻസർ കാലിബ്രേഷൻ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് പഠിപ്പിക്കും. അതേപോലെ തന്നെ ഈ ഒരു ഇഷ്യൂവിൽ ബേസ് മാപ്പ് തന്നെ നമ്മളായിരിക്കും ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ബേസ് മാപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ ഫുള്ള് പഠിപ്പിക്കും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കവർ ആവും. ഈ ഒരു ഇഷ്യൂ എന്തുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ലൈക്ക് സ്റ്റോക്ക് ഇഷ്യൂവിൽ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ടൂൾസ് വേണം. അപ്പോൾ അതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന അടുത്ത ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ കാറും ബൈക്കും മാത്രം കവർ ചെയ്യണമെന്നായിരിക്കും. ഇപ്പോൾ ഏതൊരു വണ്ടി എടുത്താലും ലൈക്ക് കാറാവട്ടെ, ബൈക്ക്, ട്രക്ക് എല്ലാം എടുത്താൽ തന്നെ ഒരു എഞ്ചിനിലാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ അതിൽ പെട്രോളും ഉണ്ടാവും, ഡീസലും ഉണ്ടാവും. നമ്മളിവിടെ പെട്രോൾ ട്യൂണിങ്, ഡീസൽ ട്യൂണിങ് രണ്ടും തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വണ്ടിയും തന്നെ ട്യൂൺ ചെയ്യാൻ പറ്റും. ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യൂ റെയിൻ ലാബ് ടെക്നോളജീസ്.